ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പൈപ്പിംഗ് ത്രെഡ് ഇല്ലാതെ എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഷോപ്പിലൊക്കെ പോയി നോക്കുമ്പോൾ അറിയാം, നമുക്ക് എല്ലാ കളറിനും പൈപ്പിംഗ് കിട്ടത്തില്ല. അങ്ങനെയുള്ള ഓരോരോ സാഹചര്യങ്ങളിൽ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഞാനൊരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള അത്ര വീതിയിൽ പൈപ്പിങ്ങിൻ്റെ ആ ഒരു ലൈന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്യാം. ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഏകദേശം നടുഭാഗത്തായിട്ട് വരുന്നത് പോലെ വെച്ച് ഇതിൻ്റെ ഈ ലോക്കുള്ള ഭാഗം മുകളിൽ വരുന്ന പോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് കളറിലാണോ പൈപ്പിംഗ് വേണ്ടത് ആ കളർ ഒരു ത്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിത് മാർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ലെവലിന് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ വരച്ചിടത്തുനിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് പിന്നെയും വരച്ചിടത്തോട്ട് തന്നെ തിരിച്ച് കുത്തിയെടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ കുത്തിയെടുത്തുനിന്ന് മാർക്ക് ചെയ്തെടുത്ത് തന്നെ തിരിച്ചെടുക്കുക. വീതിയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കുക. നമുക്ക് വീതി തീർത്തും കുറച്ച് മതിയെങ്കിൽ ഈ ലൈൻ കുറച്ചുകൂടെ ചെറുതാക്കി എടുത്താൽ മതി. ഒത്തിരി ടൈറ്റ് ചെയ്യരുത്. ടൈറ്റ് ചെയ്താൽ അങ്ങ് കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു സൈഡ് പോയി നിൽപ്പുണ്ടെങ്കിൽ അത് പതിയെ വലിച്ച് ലെവലാക്കണം. കളർ വേണേലും എംബ്രോയ്ഡറി ത്രെഡ് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്ത ഒരെണ്ണം കാണിച്ചു തരാം. ഇതുപോലെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഈ നെക്കിലും സ്ലീവ്സിലും പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഇത്രയും കൂടി വീതിക്ക് എടുത്തു. അത്രയും വീതിക്ക് ഇതെടുത്തിട്ടില്ല. അതിലും തിന്നായിട്ട്, തീർത്തും തിന്നായിട്ടാണ് ഈ ഇതെടുത്തത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ കട്ടിക്കെടുക്കുന്നതാണ് ഒന്നുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.